ഇന്ത്യയിൽ സാധാരണ നിലയിൽ കരുണാകരന് പോലും പണ്ട് കാണാൻ സാധിക്കാതെ അത്ര ഗൗരവത്തോടുകൂടിയുള്ള ഒരു വലയത്തിൽ, സുരക്ഷാ വലയത്തിലുള്ള ഒരാളെ എന്തിനാണ് കണ്ടത്, എന്തിനാണ് കയ്യിൽ കെട്ടിക്കൊടുക്കുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. കൃത്യമായിട്ട് ഫോട്ടോ വന്നെയാണ്. എന്തിനു കണ്ടു, ആരാണ് അപ്പോയിൻമെൻറ്റ് ക്ലിയറായി കൊടുത്തത്, ആര് മുഖേനയാണ് കണ്ടത്, നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പ്രശ്നം വന്നതിന് ശേഷം ഇപ്പോഴിതും കൂടി വന്നപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾക്ക് തന്നെ പഴയ ഒരു ഊർജ്ജമില്ല, പറയാൻ ഒരു കരുത്തില്ല, അത് പറയുന്നില്ല. എന്തിനാണ് കണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല മറുപടി. അപ്പോൾ സംഭവം മാറി വരുമ്പോൾ, അത് കോൺഗ്രസിലേക്ക് UDF-ലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചർച്ച തന്നെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും പ്രതികൂട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ശ്രമമില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ അഭിമുഖത്തിൽ ആദ്യം തന്നെ ആ ചോദ്യം ചോദിക്കുന്നത്. CPIM കോൺഗ്രസിലെ ആളുകൾ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ്, നിങ്ങളുടെ കയ്യിലാണ് അധികാരമുള്ളത്. അവരതിൽ പങ്കാളികളോ ഗൂഢാലോചനക്കാരോ ആണെങ്കിൽ, അല്ല, കോൺഗ്രസിലെ ആളുകൾ ഗൂഢാലോചനക്കാരും പങ്കാളികളുമാണെങ്കിൽ നിങ്ങളുടെ അന്വേഷണ സംഘത്തിന് അവരെ പിടിക്കാം, അധികാരം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്ന പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ നീതിയുക്തമായിട്ടുള്ള അന്വേഷണമാണ് എന്ന് CPIM വിചാരിക്കുന്നു. ഞങ്ങൾക്കതിൽ സംശയമില്ല. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന SIT അന്വേഷണം നീതിയുക്തമായും ശരിയായും പോകുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതെ, ഞങ്ങളാണല്ലോ പറഞ്ഞത് ആദ്യമായിട്ട് SIT അന്വേഷണം വേണമെന്ന്. ഹൈക്കോടതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ SIT അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ മാഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം യഥാർത്ഥത്തിൽ SIT അന്വേഷണം, ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, SIT അന്വേഷണം നടത്തുന്നത് ഞങ്ങളല്ലേ, ഈ പോറ്റിയെ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന പോറ്റിയെ പിടിച്ച് അകത്തിട്ടത് ഞങ്ങളല്ലേ, SIT അന്വേഷണം നടത്തുന്നത് അല്ല എന്ന് വെച്ചാൽ പോലീസല്ലേ? ഞങ്ങൾ ചോദിച്ചില്ല കേട്ടോ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ ചോദ്യമാണ്. നിങ്ങളുടെ ചോദ്യം ചോദിക്കുന്നത് എന്റെ ചോദ്യമായിട്ട് മാറണ്ട. അല്ല, പോറ്റിയെ അന്വേഷണം നടത്താൻ വേണ്ടി പാർട്ടി നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് ശരിയാണ്. ആ നിലപാട് കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ കീഴിലാണ്. ഹൈക്കോടതിയാണ് യഥാർത്ഥത്തിൽ ആ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ആവശ്യമായ നിലപാട് സ്വീകരിച്ചത്. SIT തീരുമാനിച്ചത്, ടീമിനെ തീരുമാനിച്ചതൊക്കെ അവരാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് SIT ഇപ്പൊ പോറ്റിയെ പിടിച്ച് അകത്തിട്ടത് നിങ്ങളുടെ ഒരു നിലപാടിന്റെ ഒരു പ്രകടനമായിട്ട് കാണുന്നുണ്ടോ, അവതരിപ്പിക്കുന്നുണ്ടോ? പിന്നെ എന്താ സംശയം? നിങ്ങൾക്ക് വേറെ ആരെ നിലപാടാ?